ഡോക്ടർ ദിവ്യ എസ് അയ്യർ, ഈ ചർച്ച തുടങ്ങുമ്പോൾ ഞാൻ ഈ ഷോയിലേക്ക് കയറുന്നതിന് തൊട്ട് മുൻപ് വളരെ നടുക്കുന്ന ഒരു വിവരം കേട്ടു. അത് ഞാൻ താങ്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് ഈ ചർച്ച തുടങ്ങാം. അതായത് കേരളത്തിലെ, പ്രത്യേകിച്ച് കൊച്ചിയിലെ ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ കിടത്താൻ ഇനി അല്ലെങ്കിൽ കൊടുക്കാൻ ഒരു ബെഡ് ബാക്കിയില്ല. അവിടെ കൂടുതൽ ആളുകളും അവിടെ ചികിത്സയ്ക്കായി എത്തുന്നത് 10 വയസ്സിനും 13 വയസ്സിനും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികളാണ്. ഇത് അക്ഷരാർത്ഥത്തിൽ നമ്മളെ വേദനിപ്പിക്കുന്നു, നമ്മളെ നടുക്കുന്നു. എങ്ങനെയാണ് നമ്മുടെ കുട്ടികൾ ഈ ലഹരി മാഫിയയുടെ പിടിയിലകപ്പെടുന്നത്? അതിൻ്റെ സാധ്യതകൾ താങ്കൾ മനസ്സിലാക്കിയെടുത്തോളം എവിടെയൊക്കെയാണ് മറഞ്ഞു കിടക്കുന്നത്? എന്തുകൊണ്ടാണ് അത് നിയന്ത്രിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നത്? ഡോക്ടർ ദിവ്യ. അനുദിനം നമ്മൾ നമ്മുടെ അടുത്തും അകലെയുമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരോ അനുഭവങ്ങളും ദുരനുഭവങ്ങളും ഒക്കെ നേരത്തെ ഇപ്പോൾ ഗോപികൃഷ്ണൻ പറഞ്ഞതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെയാണ് ബാധിക്കുന്നത് എന്നുള്ള പൂർണ്ണ ബോധവാന്മാരാവുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ പലപ്പോഴും ലഹരി പദാർത്ഥങ്ങളുമായി ചേർത്ത് വായിക്കുന്നത് യുവതലമുറയെ മാത്രമാണ്. ആ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്, ആ ഒരു കാഴ്ചപ്പാടിൽ ഒരു ചെറിയ മാറ്റം വരണം എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം നമ്മൾ ഈ പറയുന്ന 10 വയസ്സിനും 13 വയസ്സിനും ഇടയ്ക്കുള്ള കുഞ്ഞുങ്ങൾ അതിന് അടിമപ്പെടണം എന്നുണ്ടെങ്കിൽ അവർ സ്വമേധയാ ഈ ഒരു കെണിയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു കുഴിയിലേക്ക് ഇറങ്ങിച്ചെല്ലുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അപ്പോൾ എവിടെയാണ് നമ്മുടെ ഇടയിൽ തന്നെയുള്ള, അതായത് നമ്മുടെ തന്നെ തലമുറക്കാരായിട്ടുള്ള മുതിർന്നവർ എവിടെയാണ് ഇതിന്റെ ഇടയിൽ ഈ വേല കാണിക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടെത്തിയേ മതിയാകൂ. പലപ്പോഴും ലഹരിക്ക് ഇരയാകുന്നവരാണ് അതിന് ഏറ്റവും കൂടുതൽ വെളിച്ചം വീശുന്നവരായും നിൽക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ ഇന്നും. അത് എനിക്ക് തോന്നുന്നു, നമ്മളിപ്പോൾ ഏതൊരു പ്രശ്നത്തെയും സമൂഹം കാണുമ്പോൾ ആദ്യം അതിന്റെ ഇരകളെ കാണുകയും ഇരകളെ എങ്ങനെയാണ് സഹായിക്കേണ്ടത് എന്നുമൊക്കെ നമ്മൾ സംസാരിച്ചു തുടങ്ങും. ഒരു പക്ഷെ ആ പദം തന്നെ ഇന്ന് അത്ര അംഗീകൃതമല്ല, സ്വീകാര്യമല്ല, ഇര എന്നുള്ളത്. നമ്മൾ അതിന് പകരം കേൾക്കാൻ ഇൻപമാർന്ന വേറെ പദങ്ങൾ ഉപയോഗിക്കുന്നു എന്നുണ്ടെങ്കിലും നമ്മുടെ ആത്യന്തികമായിട്ടുള്ള നമ്മുടെ കാഴ്ചപ്പാടിൽ ആ ഒരു മാറ്റം വന്നിട്ടുണ്ടോ എന്ന് എനിക്കിപ്പോഴും സംശയമുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയണം എന്ന് പറയുമ്പോൾ നമ്മൾ സ്ത്രീകളെ എങ്ങനെയാണ് ശാക്തീകരിക്കുന്നത്, അല്ലെങ്കിൽ സ്ത്രീകൾ എങ്ങനെയാണ് സ്വയം സുരക്ഷ, സെൽഫ് ഡിഫൻസ് എന്നുള്ളതിലേക്ക് എങ്ങനെയാണ് സ്ത്രീകളെ കൈപിടിച്ചുയർത്തുന്നത് എന്നുള്ളതിലൊക്കെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പക്ഷേ ഈ ഒരു ക്രൈം എന്നുള്ളത്, അതിനെ തടയണം എന്നുള്ളതിനായി അതിന്റെ ആരാണോ ഇതിന് ഉത്തരവാദികൾ, യഥാർത്ഥ ഉത്തരവാദികൾ ആരാണോ അവരെ ആ പ്രേരണയിൽ നിന്നും പിന്നാക്കം വലിക്കണം എന്നുള്ള ഒരു ഭാഗം, ആ പകുതി നമ്മൾ ഒരുപക്ഷെ കുറച്ച് എന്താ പറയുക, അത്ര ശക്തമായി നമ്മൾ ആ ഒരു ഭാഗത്ത് ഇടപെടുന്നില്ലയോ എന്നുള്ള ഒരു സംശയം എനിക്കുണ്ട്. ഈ ലഹരിയുടെ കാര്യത്തിലും ഒരു പക്ഷേ അങ്ങനെ സംഭവിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു ഘട്ടത്തിൽ തന്നെ അത് ഞാൻ എടുത്തു പറയുന്നത്. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മൾ പുതിയ തലമുറയെയും എല്ലാവരെയും തീർച്ചയായിട്ടും ഇതിൽ നിന്നും ഭദ്രമായി കാത്തുരക്ഷിക്കണം എന്നുള്ളത് നമ്മുടെ ചുമതല തന്നെയാണ്. പക്ഷെ അങ്ങനെ ഇരിക്കലും നമുക്ക് ചുറ്റുമുള്ള നമ്മൾ കാണുന്ന ഓരോ മുതിർന്ന വ്യക്തിയും എങ്ങനെയാണ് ഇതിന് ഒരു മാർഗമായി മാറുന്നത് എന്നുള്ളത് നമ്മൾ സസൂക്ഷ്മം ശ്രദ്ധിക്കുകയും കൃത്യസമയത്ത് തന്നെ സർക്കാരിൽ എക്സൈസിനാണെങ്കിലും പോലീസിനാണെങ്കിലും മറ്റാർക്കാണെങ്കിലും വിവരങ്ങൾ നൽകുകയും ചെയ്യണം എന്നുള്ളത് അതിപ്രധാനമാണ്. ആ ഒരു കാര്യം കൂടി നമുക്ക് പ്രേക്ഷകരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ഡോക്ടർ ദിവ്യ, ഞാൻ താങ്കൾ പറഞ്ഞ പോയിന്റ് എടുക്കുന്നു. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ കുട്ടികളെ മാത്രം നമുക്ക് ഇതിനകത്ത് അവർ ഇരകളാക്കപ്പെട്ട, അല്ലെങ്കിൽ ആ പദം ഏത് രീതിയിൽ ഉപയോഗിച്ചാലും ഏതായാലും അതിൽ പെട്ടുപോകുന്ന കുട്ടികളെ മാത്രം കേന്ദ്രീകരിച്ചല്ല ഇത് മാറ്റാൻ അല്ലെങ്കിൽ തടയാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നമ്മൾ നടത്തേണ്ടത് എന്ന് താങ്കൾ പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നു. പക്ഷെ ഡോക്ടർ ദിവ്യ, ഇതിനകത്ത് ഈ കുട്ടികൾ കരിയേഴ്സ് ആകുന്നു, അവർ അവരുടെ വലകളിലേക്ക് കൂടുതൽ കുട്ടികളെ കൊണ്ടുവരുന്നു. സഹപ്രവർത്തകർ, സഹപാഠികൾ, പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ മാതൃകയാകേണ്ട അധ്യാപകർ, അതല്ലെങ്കിൽ ജോലി സ്ഥലത്താണെങ്കിൽ ഒപ്പം ജോലി ചെയ്യുന്നവർ, ഇങ്ങനെ തുടങ്ങി ഇതിൻ്റെ കണ്ണികൾ എവിടെയൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ വരുന്നു എന്നത് ഈ കാലത്തെ നമ്മുടെ അനുഭവമാണ്. പക്ഷേ ഇതിന് തൊട്ടു മുൻപ് ഇതിലേക്ക് എത്തിച്ച ഒരു സമയമുണ്ടല്ലോ. ഇപ്പോൾ ലോക്ക്ഡൗണിൻ്റെ കാലത്ത്, ആ സമയത്ത് വളരെ ശക്തമായിട്ടുള്ള പരിശോധനകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ രാസലഹരികൾ കേരളത്തിലേക്ക് എത്തുന്നത് ഈ ബംഗളൂരുവിൽ നിന്നും അതുപോലെ ഗോവയിൽ നിന്നുമൊക്കെയാണ്. കൃത്യമായ ചെക്കിംഗ് ഉണ്ടായിരുന്നു. എല്ലായിടങ്ങളിലും അത് അത്ര എളുപ്പത്തിൽ കടത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എവിടെയാണ് നമ്മുടെ സംവിധാനങ്ങൾ ലൂസായി പോയത്?
എന്തുകൊണ്ടാണ് നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്ന, നമ്മൾ വിശ്വസിച്ച് കൂടെ നിർത്തുന്ന ആളുകൾ പിന്നീട് ഈ ലഹരി മാഫിയയുടെ ആളുകളായി മാറിയെന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ആ സമയം അവരൊക്കെ എങ്ങനെയാണ് ഇത്ര ശക്തമായി നമുക്കിടയിൽ പ്രവർത്തിക്കാൻ അവർക്ക് കഴിയുന്നത്? ഏത് സംവിധാനത്തിൻ്റെ കുറവ് കൊണ്ടാണ്? കുട്ടികളെ അല്ല കുറ്റം പറയേണ്ടതെന്ന് താങ്കൾ പറഞ്ഞുകൊണ്ട് ഞാൻ യോജിച്ചുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് നമുക്കത് തടയാൻ കഴിയാത്തത്? നമ്മൾ ബോധവൽക്കരണം, ഇപ്പോൾ എന്തെല്ലാം സംവിധാനങ്ങളാണ് സർക്കാരിൻ്റെ ഈ ബോധവൽക്കരണം. നോ ടു ഡ്രഗ്സ് 2002 സർക്കാരിൻ്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ, വിമുക്തി എന്ന സംവിധാനം, അതിനുശേഷം പിന്നീട് ആൻറ്റി ഡ്രഗ് പാർലമെന്റ് കുട്ടികൾക്കിടയിൽ സംഘടിപ്പിക്കുന്നു. ഈ ബോധവൽക്കരണം കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല എന്നല്ലേ നാൾക്ക് നാൾ പെരുകി വരുന്ന ഈ കേസുകൾ നമ്മളോട് പറയുന്നത്? ലോ എൻഫോഴ്സ്മെന്റ് അല്ലേ വേണ്ടത്? അതെന്താ നടക്കാത്തത്? രണ്ടും പരസ്പര പൂരകമായി നടക്കണം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനുള്ള കാരണം കൂടി പറയാം. ഞാൻ സിവിൽ സർവീസിൽ ആദ്യം പ്രവേശിച്ചത് IRS കസ്റ്റംസിലേക്കായിരുന്നു. അതായത് IASലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് IRS കസ്റ്റംസിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് നർക്കോട്ടിക്സിനെ കുറിച്ച് കുറച്ച് ആഴത്തിൽ പഠിക്കുവാനുള്ള ഒരു അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞങ്ങളുടെ കസ്റ്റംസ് അക്കാഡമിയിൽ നിന്നുകൊണ്ട് പാർട്ടി ഡ്രഗ്സ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു പുസ്തകം ഞങ്ങൾ രചിച്ചിട്ടുണ്ടായിരുന്നു. ആ പുസ്തകത്തിൽ യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തിൽ കാണുന്ന ഇത്തരത്തിലുള്ള ഈ കെമിക്കൽസ് എന്തൊക്കെയാണ്, സിന്തറ്റിക് ഡ്രഗ്സ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള വളരെ വിശദമായിട്ടുള്ള ഒരു പഠനം അന്ന് നടത്തിയിട്ടുണ്ടായിരുന്നു. ഞാനത് പറയാൻ കാരണം ഇത് എത്ര വേഗത്തിലാണ് ഇതിന്റെ രൂപവും ഭാവവും ആകാരവും അത് ഉപയുക്തമാക്കുന്ന രീതിയുമൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മളെ ശരിക്കും കണ്ണഞ്ചിപ്പിക്കും. നമുക്കിപ്പോൾ സ്വർണ്ണക്കടത്ത് പിടിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ മദ്യം പിടിക്കുന്നത് പോലെയോ ഇപ്പോൾ കള്ളച്ചാരായം പിടിക്കുന്നത് പോലെയോ ഒന്നും തന്നെ നമുക്ക് ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് വെച്ച് ഒരു രീതിയിലൂടെ അല്ലെങ്കിൽ ഒരു ഫുൾ പ്രൂഫ് ആയിട്ടുള്ള ഒരു മെത്തേഡിലൂടെ ഒരു മാർഗത്തിലൂടെ പിടിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഈ ലഹരി എന്നുള്ളത്, അല്ലെങ്കിൽ മയക്കുമരുന്ന് എന്നുള്ളത്. അത് വളരെ നമുക്ക് അതായത് അത് മയക്കുമരുന്നാണ് എന്ന് പോലും തിരിച്ചറിയാത്ത രീതിയിൽ വളരെ സൂക്ഷ്മമായ മാർഗങ്ങളിലൂടെ അവയെ കൈമാറാൻ സാധിക്കുമെന്നുള്ളതാണ് അതിന്റെ ഒരു കാരണം. രണ്ടാമത്തെ കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് പല രൂപത്തിലും ഭാവത്തിലും വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നു മുട്ടായിൽ വരെ അതുണ്ടോ എന്നുള്ള ഒരു സംശയം ഉന്നയിച്ചുകൊണ്ട് ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതൊക്കെ മാർഗത്തിലാണ് ഏതൊക്കെ രീതിയിലാണ് ഇത് വരുന്നത്, അത് ഇന്നുള്ളത് നാളെ മറ്റൊരു മോളിക്യൂളായിരിക്കും, അത് മറ്റൊരു കെമിക്കലായിരിക്കും, മറ്റൊരു രാസവസ്തുവായിരിക്കും എന്നുള്ള രീതിയിൽ ഇത് ഇത്ര വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പദാർത്ഥമാകുന്നത് കൂടി കൊണ്ടാണ് നമുക്ക് ഒരു പക്ഷേ എല്ലാ ഈ പറയുന്ന ലൂപ്പ് ഹോൾസും നമുക്ക് അത്ര വേഗത്തിൽ പ്ലഗ് ചെയ്യാൻ സാധിക്കാത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മാത്രമല്ല ഇത് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഇത് നിരീക്ഷിക്കാനുള്ള മാർഗങ്ങൾ എന്നുള്ളത് ആ ഒരു സാങ്കേതിക വിദ്യയിലും നമുക്ക് കുറച്ചുകൂടി മുന്നേറേണ്ടതായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് ലോ എൻഫോഴ്സ്മെന്റ് എന്നുള്ളതിലുപരിയായി അതിനുള്ള മാർഗങ്ങൾ, അതായത് സാങ്കേതികത്വം എന്നുള്ള ഒരു ഭാഗം കൂടി അതിനുണ്ട്. നമുക്കിപ്പോൾ ഒരു എക്സ്റേ മെഷീനിലൂടെ അല്ലെങ്കിൽ സ്കാനിങ് മെഷീനിലൂടെ അല്ലെങ്കിൽ മെറ്റൽ ഡിറ്റക്ടറിലൂടെ എന്നുള്ള രീതിയിൽ ഇപ്പം നമ്മൾ സ്വർണം കസ്റ്റംസിൽ നമ്മൾ നോക്കുന്നത് പോലെ എയർപോർട്ടുകളിലാണെങ്കിലും പോർട്ടിലാണെങ്കിലും ഒക്കെ തന്നെ നമ്മൾ ഒരുപാട് കേസുകൾ ഇപ്പൊ കാണുന്നുണ്ട്. ഷൂവിന്റെ ലേസിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ നാണയത്തിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾക്കുള്ളിലൊക്കെ സ്വർണം കടത്തിക്കൊണ്ട് വരുന്നത് എത്ര മനോഹരമായിട്ടാണ് ശരിക്കും അതൊക്കെ ഈ ഡിറ്റക്റ്റീവ് കഥകൾ പോലെ നമ്മളത് കേൾക്കാറുണ്ട്, എങ്ങനെയാണ് പിടിച്ചെടുക്കുന്നത് എന്നൊക്കെയുള്ളത്. പക്ഷെ അതുപോലെയുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ, അതിനുള്ള ടെക്നോളജിയും അതിനുള്ള ടെക്നിക്സും രണ്ടും തന്നെ നമുക്ക് ഈ കാര്യത്തിൽ അത്രയധികം മുന്നോട്ട് പുരോഗതി പ്രാപിക്കാൻ സാധിച്ചിട്ടില്ല. അത് കേരളത്തിന്റെ മാത്രമായിട്ടുള്ള ഒരു പ്രശ്നമല്ല, അത് നമ്മുടെ ഒരു കുറവുമല്ല. പക്ഷെ ലോകത്ത് തന്നെ അത്തരത്തിലുള്ള വിദ്യകൾ ഇനിയും കുറച്ചുകൂടി നമുക്ക് പ്രാപ്യമാകേണ്ടതുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അപ്പൊ അങ്ങനെ റെഡിമെയ്ഡായിട്ട് നമുക്ക് ടെക്നോളജി ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് പിടിക്കാനും സാധിക്കും. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ കായിക ശേഷി വെച്ചോ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിശക്തി മാത്രം ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് എൻഫോഴ്സ്മെന്റിനെ കുറിച്ച് പറയുന്നത്. ശരി ശരി ഡോക്ടർ ദിവ്യ, അത് ഒരു സത്യത്തിൽ അത് മറ്റൊരർത്ഥത്തിൽ വളരെയധികം നിരാശപ്പെടുത്തുന്നതും, താങ്കൾ പറഞ്ഞതുപോലെ അതാണ് വസ്തുതയെങ്കിൽ നമ്മളെ നിരാശപ്പെടുത്തുന്നതും നമ്മളെ ഏതൊക്കെയോ തരത്തിൽ നമ്മൾ എങ്ങനെയാണ് ഇതിനെ മറികടക്കുക എന്ന കാര്യത്തിൽ ആശങ്ക ഉണ്ടാക്കുന്നതുമൊക്കെയായ കാര്യങ്ങളാണ്. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ അനേകം വഴികളിലൂടെ അനേകം സാധ്യതകൾ ഉപയോഗിച്ചാണ് ഈ ലഹരി വസ്തുക്കളൊക്കെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്, കുട്ടികളുടെ അടുത്ത് എത്തുന്നത്. കാരണം 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്ക് ചോക്ലേറ്റിലെ ലഹരി കലർത്തി കൊടുക്കുന്നു എന്ന വിവരം കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. മാത്രമല്ല കുട്ടികളിൽ അധിക പേരും ഇതിലേക്ക് അഡിക്റ്റഡ് ആയിട്ട് മാറുന്നു.
പിന്നെ യുവതലമുറയിൽ കൗമാരം കഴിഞ്ഞെത്തുന്ന യുവത്വത്തിലേക്ക് കടക്കുന്ന ചെറുപ്പക്കാരിൽ അധിക പേരും ലഹരി ഉപയോഗം എന്നതൊരു ഹീറോയിസത്തിൻ്റെ ഭാഗമായി കാണുന്നു. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകൾ, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന മറ്റ് കലാരൂപങ്ങൾ ഒക്കെ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ എന്തുകൊണ്ട് നടപടി കൃത്യമായി എടുക്കാൻ കഴിയുന്നില്ല എന്ന ക്വസ്റ്റ്യൻ. കാരണം സമൂഹത്തിന് ഇക്കാര്യത്തിൽ ഡോക്ടർ ദിവ്യ, ഈ രക്ഷിതാക്കളെ സംബന്ധിച്ചും അല്ലെങ്കിൽ രക്ഷിതാക്കളെല്ലാം ചേരുന്ന നമ്മുടെ ഈ സമൂഹത്തിനും ഇത് കണ്ടെത്തുന്നതിനും തടയുന്നതിനുമൊക്കെ പരിമിതികളുണ്ട്. താങ്കൾക്കറിയാമല്ലോ. അത് നമ്മൾ വിശ്വസിക്കുന്നത് സർക്കാർ സംവിധാനങ്ങളെയാണ്, നമ്മൾ വിശ്വസിക്കുന്നത് എക്സൈസ് പോലെയുള്ള പോലീസ് പോലെയുള്ള സംവിധാനങ്ങളെയാണ്. നമ്മുടെ കുട്ടികൾ എല്ലാ രക്ഷിതാക്കളും, ഇപ്പോൾ താങ്കൾ ഒരു അമ്മയാണ്, അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ കുട്ടികൾ ഇതേപോലെ ഈ പ്രശ്നങ്ങളിലേക്ക് പോകുമെന്ന് കരുതില്ല. ഏറ്റവും അവസാനം നമ്മുടെ കുട്ടിയെ സംശയിക്കുന്നത് നമ്മളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്.